കലാഭവൻ നവാസിന്റെ മരണം ഹൃദയാഘാതം മൂലമെന്ന് സ്ഥിരീകരണം. രാവിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം സ്ഥിരീകരിച്ചത്. നവാസിന് വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ ഹൃദയാഘാതമുണ്ടായതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സൂചന. ഇതിനു മുൻപും ഹൃദയാഘാതമുണ്ടായതിന്റെ ലക്ഷണവും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. നെഞ്ചുവേദന വന്ന് ഹോട്ടൽ മുറിക്ക് പുറത്തേക്കിറങ്ങി ആരുടെയെങ്കിലും സഹായം തേടാൻ ശ്രമിക്കുന്നതിടെയാണ് നവാസ് കുഴഞ്ഞു വീണതെന്നാണ് നിഗമനം. ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്നാണ് നവാസ് വീണ് കിടന്നിരുന്നത്. വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല. വീഴ്ചയുടെ ആഘാതത്തിൽ നവാസിന്റെ തലയിലും മുറിവുണ്ടായി. ഷൂട്ടിങ്ങിനിടെ സെറ്റിൽ വെച്ച് നവാസിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നതായി നടൻ വിനോദ് കോവൂർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഡോക്ടറെ വിളിച്ചെങ്കിലും ഷൂട്ടിംഗ് മുടങ്ങേണ്ടെന്ന കരുതി മുന്നോട്ടു പോയെന്നായിരുന്നു കുറിപ്പ്. പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് നവാസിന്റെ മരണം. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന പ്രകമ്പനം സിനിമയിൽ നവാസ് ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. 2 ദിവസത്തെ ഇടവേളയിൽ സാധനങ്ങളുമെടുത്ത് വീട്ടിലേക്ക് മടങ്ങാനായി ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ്. മറ്റ് താരങ്ങൾക്കൊപ്പം നവാസും കഴിഞ്ഞ 25 ദിവസങ്ങളായി ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. എന്നാൽ മറ്റ് താരങ്ങൾ മുറിയൊഴിഞ്ഞിട്ടും നവാസിനെ ഏറെ നേരം കാണാനില്ലെന്ന് കണ്ട് റിസപ്ഷനിൽ നിന്ന് അദ്ദേഹം താമസിക്കുന്ന മുറിയിലേക്ക് ഫോണിൽ വിളിച്ചുവെങ്കിലും എടുത്തില്ല. നവാസിനെ അന്വേഷിക്കാൻ എത്തിയ റൂം ബോയ് വാതിൽ തുറന്നു കിടക്കുന്നതായാണ് കണ്ടത്. നോക്കുമ്പോൾ നവാസ് നിലത്ത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു. നടൻ രാത്രി 8 മണിയോടെ ചെക്ക് ഔട്ട് ചെയ്യുമെന്ന് ഹോട്ടലിൽ പറഞ്ഞിരുന്നു. 8:30 കഴിഞ്ഞിട്ടും കാണാതായതോടെ മുറി തുറന്നു നോക്കുമ്പോഴാണ് താഴെ വീണ നിലയിൽ കണ്ടത്. സോപ്പും ടവലും മാറാനുള്ള വസ്ത്രങ്ങളും കിടക്കയിലുണ്ടായിരുന്നു. കുളിക്കാനുള്ള ഒരുക്കത്തിനിടെ ഹൃദയാഘാതമുണ്ടായതാണെന്നാണ് കരുതുന്നത്. നവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത്. മൃതദേഹം ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. താരസംഘടനയായ അമ്മയുടെ അടുത്തിടെ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ അടക്കം നവാസ് സജീവ സാന്നിധ്യമായിരുന്നു. കലാഭവൻ നവാസ് ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ ആയിരുന്നുവെന്ന് നടനും പ്രൊഡക്ഷൻ കൺട്രോളറുമായ നന്ദു പൊതുവാൾ. താൻ പ്രൊഡക്ഷൻ കൺട്രോളറായി വർക്ക് ചെയ്യുന്ന പ്രകമ്പനം എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നവാസിന്റെ വിയോഗം സംഭവിച്ചതെന്ന് നന്ദു പൊതുവാൾ പറഞ്ഞു. വെക്കേറ്റ് ചെയ്യാൻ റൂമിൽ പോയ ആൾ തിരിച്ചു വരാത്തതുകൊണ്ട് ഹോട്ടൽ മാനേജർ നന്ദുവിന്റെ അനുജൻ ശശി പൊതുവാളിനെ വിളിച്ചു പറയുകയായിരുന്നു. ശശി പറഞ്ഞതനുസരിച്ച് ഹോട്ടൽ ജീവനക്കാർ റൂം പരിശോധിച്ചപ്പോഴാണ് റൂമിൽ വീണ് കിടക്കുന്ന നിലയിൽ നവാസിനെ കണ്ടത്. നവാസിനെ വർഷങ്ങളായി തനിക്കറിയാമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉള്ളതായി പറഞ്ഞിട്ടില്ല എന്നും നന്ദു പറയുന്നു. കലാഭവൻ നവാസിന്റെ വിയോഗം നടക്കുന്നത് എൻ്റെ സിനിമയുടെ ലൊക്കേഷനിൽ ആണ്. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന സിനിമയാണ് പ്രകമ്പനം. കഴിഞ്ഞ 6-7 ദിവസമായി അദ്ദേഹം ആ സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു 4-5 ദിവസം ബ്രേക്ക് ഉണ്ട്. അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞാണ് പോയത്. 1-2 പടങ്ങളുടെ കൂടെ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അനുജൻ ശശി പൊതുവാൾ ആണ് ഈ സിനിമയുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നവാസ്, അസീസ് കാട്ടാക്കട, കുഞ്ഞികൃഷ്ണൻ മാഷ് എന്നിവർ ഒരുമിച്ചാണ് പോയത്. ഇദ്ദേഹം റിസപ്ഷനിൽ പറഞ്ഞ് റൂമിൽ പോയതാണ്. കുറേ നേരമായിട്ടും കാണാത്തതുകൊണ്ട് മാനേജർ എൻ്റെ അനുജൻ്റെ വിളിച്ച് ഇദ്ദേഹം ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ശശി പറഞ്ഞു റൂമിൽ പോയി നോക്കാൻ. ഹോട്ടലുകാർ റൂമിൽ പോയി പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹം വീണ് കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ ശശിയെ അവർ വിളിച്ചു പറഞ്ഞു. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കലാഭവൻ നവാസിനെ അടുത്തിടെ കണ്ടപ്പോഴും ഊർജ്ജസ്വലനായിരുന്നു എന്ന് SK പ്രസാദ്. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ വേദിയിൽ വെച്ചാണ് ഒടുവിൽ നവാസിനെ കണ്ടതെന്നും പ്രസാദ് പറഞ്ഞു. 1993 ആബേലച്ചൻ കലാഭവനിലേക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ നവാസിനെ കണ്ടെത്തി ആബേലച്ചനിയിൽ എത്തിച്ച ഓർമ്മകൾ പ്രസാദ് വേദനയോടെ പങ്കുവയ്ക്കുന്നു. പുകവലിയും മദ്യപാനവും ഒന്നും ചെയ്യാത്ത ആളാണ്. വർഷങ്ങളായി എനിക്കറിയാം. നവാസിന് ഇതുവരെ അസുഖം ഉള്ളതായി പറഞ്ഞിട്ടില്ല എന്ന് നന്ദു പറയുന്നു.